ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ബീട്രൂട്ട് കൊണ്ട് നല്ല രുചിയുള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കാം. 1 കപ്പ് കടലമാവും 1 കപ്പ് നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു തരിയില്ലാതെ ഉടച്ച് നന്നായി ഇളക്കി മാറ്റി വയ്ക്കുക. ശേഷം ബീട്രൂട്ട് അരച്ചതിനെ ഒരു വലിയ ബീട്രൂട്ടിനെ നല്ല പേസ്റ്റ് മാതിരി അരച്ചതിനെ നന്നായിട്ട് പച്ച മണം മാറുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതെ നന്നായിട്ട്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ സൗകര്യമാവും. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ പച്ച ചൊയ മാറിക്കിട്ടുള്ളൂ. ഒരു കപ്പ് പഞ്ചസാര ഇടുക. നന്നായി ഇളക്കി ലൂസാവും. നന്നായിട്ട് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ കറക്റ്റ് ഈ പരുവമാവും. ഈ പരുവമായ ശേഷം അവിടെ കലക്കി വെച്ചിട്ടുള്ള കടലമാവും നെയ്യും ചേർത്തിട്ടുള്ള കൂട്ട് ഇതിലൊഴിച്ച് ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കുക. നെയ്യ് മേലെ പൊങ്ങും, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നല്ല രീതിയിൽ മിക്സാക്കുക. പഞ്ചസാരയും കടലമാവും നെയ്യും നല്ല രീതിയിൽ. ഒരു നുള്ള് ഏലക്കാപ്പൊടിയും മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ. നല്ല മണമുണ്ടാകും. നമ്മുടെ മക്കൾക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിന് പകരം വീട്ടിലിത് സിമ്പിളായിട്ട് വീട്ടമ്മമാർക്ക് റെഡിയാക്കാം. ഏത് കുഞ്ഞു കുട്ടികൾക്കും റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അത്രയും രുചികരമാണ്. നല്ല മണമാണ്, സോഫ്റ്റാണ്. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അധികം സാധനങ്ങളൊന്നും വേണ്ട. 4 കൂട്ട് സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല മൈസൂർ പാക്ക് റെഡിയാക്കാൻ പറ്റും. നല്ല രീതിയിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു പാത്രത്തിൽ നെയ്യ് തടവി അതിലൊഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് തണുത്ത ശേഷം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് നല്ല കൂളായ ശേഷം എടുത്ത് കഷ്ണങ്ങളാക്കി. നല്ല സോഫ്റ്റാണ്. വായിലിട്ട അലിഞ്ഞു ചേരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ.